ഇപ്പം ഞാൻ നിൽക്കുന്നത് മുംബൈയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഛത്രപതി ശിവജി ടെർമിനൽ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. മുംബൈ എന്ന് പറഞ്ഞ് നമ്മൾ സിനിമയിലൊക്കെ കാണിക്കുമ്പോൾ ആ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കാണിക്കുന്നത്. ഇതാണ് ശരിക്കും ഛത്രപതി ശിവജി മഹാരാജ മുംബൈ ടെർമിനൽ. ഭയങ്കര വലിയ പേരാണ്. ഇവിടെയൊക്കെ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് എന്തിനായിരിക്കാം? അങ്ങനത്തെ ഈ ക്യൂ എന്തിനാണെന്നറിയാമോ? ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. ഇവിടെ നിന്ന് ബസ്സുണ്ട്, ആ ബസ്സിൽ കയറി പോകാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ട് പോകാനുള്ള പ്ലാനാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും. അപ്പോൾ ഇതേപോലെ ക്യൂ നിൽക്കണം അല്ലേ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ പോകണമെങ്കിൽ. അങ്ങനെ ഞാൻ ഛത്രപതി ശിവജി ടെർമിനലിനടുത്ത് റൂം എടുത്തു. ഡോർമെട്രി റൂം 400 രൂപയായിരുന്നു ചാർജ്. എന്തായാലും ഞാൻ റൂമിൽ നിന്ന് പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പം ഇവിടെ നിന്ന് നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അത് കാണാൻ വേണ്ടി പോവാം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഇന്ത്യ ഗേറ്റും രണ്ടും രണ്ടാണ്. മുംബൈയിലുള്ളതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അപ്പോഴത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പം വൈകുന്നേരം 5:20 ആയിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, എപ്പോഴും വേണമെങ്കിലും പോവാം. അപ്പോഴെന്തായാലും നമുക്ക് വിടാം. ഇവിടെ ബസ് സ്റ്റോപ്പുണ്ട്, ബസ് കയറി വേണമെങ്കിലും പോകാം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. പയ്യെ കാഴ്ചകളൊക്കെ കണ്ട് വേണമെങ്കിലും നടക്കാം. എങ്ങനെ വേണമെങ്കിലും പോവാം. ഈ ബസ് പോവുമോ? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഡ്രൈവർ നോക്കുന്ന പോലും ഇല്ല. സത്യം പറയാലോ, നമ്മുടെ KSRTC തന്നെ നല്ലത്. അങ്ങനെ ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുവാണ്. നടന്നു തന്നെ പോകാമെന്ന് വിചാരിക്കുവാണ്. ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം കണ്ടേ, പഴയ ബിൽഡിംഗ് എല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടന്നു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെവിടെയായിട്ട് LIC ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. വലിയ വെയിലൊന്നുമില്ല, ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഷെയ്ഡ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ നടന്നു പോവാം. അങ്ങോട്ട് നടന്നു പോകുന്നവരെല്ലാം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ലക്ഷ്യമിട്ട് നടക്കുന്നവരായിരിക്കാം. അവരുടെ ആ ഒരു വേഷവിധാനമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകളായിരിക്കാനാണ് സാധ്യത. എന്തായാലും നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം കണ്ട് പയ്യെ നടക്കാം. ഇങ്ങനത്തെ പഴയ ബിൽഡിങ്ങുകൾ കണ്ടിങ്ങനെ നടക്കാനൊരു പ്രത്യേക രസമുണ്ട്. ഓരോരോ തണലുള്ള വഴിയും നോക്കി ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഓരോ ഫുട്പാത്തും ഒരു ഫീലുണ്ട് ഇങ്ങനെ നടക്കാൻ. ഇവിടെയൊക്കെ ആയിട്ട് പലതരം. ഇത് സംഭവം എന്താ അറിയോ? എന്താ സംഭവം? ഇതെനിക്ക് വന്ന് മറ്റേ കോളാമ്പി മറ്റേ ഇതുണ്ടല്ലോ, എന്തിന് പേര്, ഡിസ്ക് ആ ഐറ്റമാണ്. അതായിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംഭവം കാണത്തില്ലല്ലോ. അതിനകത്തുണ്ട് കേട്ടോ. അതൊരു തൊടുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്, അകത്ത് ഒരു ഡിസ്ക് ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴയ പാട്ടുകളാണ്. ഇത് മേടിച്ചാലും എവിടെ പ്ലേ ചെയ്യും? അതിനുള്ള സൗകര്യമുണ്ടോ? ഇവിടെ CD. മൊബൈൽ വന്നപ്പോൾ എല്ലാം ഇതേ കണക്കിരിപ്പായി. മൊബൈലിൻ്റെ വരവോടുകൂടി എല്ലാം പോയി. അങ്ങനെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ കടകളൊന്നുമില്ല. ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുവാണ്. ഈ വഴി കൊള്ളാം അല്ലേ? ഓരോരോ ഫുട്പാത്തും തീരുമ്പോഴേ ഇതേപോലത്തെ ഓരോ വഴികളുണ്ട്. എല്ലാം നല്ല നീറ്റായിട്ടുണ്ട്. എല്ലാം പഴയ ബിൽഡിങ്ങാണ്. നോക്കേ, പണ്ടത്തെ ബിൽഡിങ്ങാണ്. അതിനകത്തിപ്പോൾ പലതരം റെസ്റ്റോറൻറ്റും ഓരോരോ കടകളും ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഓരോ ഹോട്ടലുകളും എല്ലാം ഉണ്ട്. ഇത് ഹെൽമെറ്റ് കട. ഹെൽമെറ്റുകൾ, കണ്ണാടികൾ, അങ്ങനത്തെ പലതരം ഐറ്റംസ് ഉണ്ട്. കിतना रुपया ഗ്ലാസ്? 250, 250 രൂപയാണ് വില. മഫ്സി ക്യാമറാസ്, ക്യാമറയുടെയൊക്കെ ഒരു കടയാണ്. പലതരം ക്യാമറകളുണ്ട്, ട്രൈപോഡ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. കല്യാണ വർക്കുകൾ, പിന്നെ അല്ലാതെ വീട്ടിൽ ട്രൈപോഡൊക്കെ വെച്ച് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ട്രൈപോഡുകളും ഉണ്ട്. ഇതിനകത്തൂടെയൊക്കെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. എന്തായാലും ഈ വഴി കൂടെ നേരെ നമുക്ക് നടക്കാം. നമ്മൾ നേരത്തെ ഇങ്ങോട്ട് നടന്നു വന്ന വഴിയില്ലായിരുന്നോ? അതേപോലത്തെ വഴി തന്നെയാണ് ഇതും. ഇതെങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പഴയ ഒരു ആർച്ച് പോലെ കാണാം. അതിനകത്തൂടെ നമുക്ക് പോവാം. നമ്മളിങ്ങനെ നടന്ന് പോകുന്ന വഴിക്കെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പഴയ ബിൽഡിങ്ങുകൾ. ഇതാണ് ഞാൻ പറഞ്ഞ ആർച്ച്. ബാക്കിലോട്ട് നടന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ആർച്ച് പോലത്തെ ഒരു വഴി. അതിനകത്തോട് ഇങ്ങനെ നടന്നു പോവാം. ബസ്സിൽ പോയായിരുന്നെങ്കിൽ ഈ ഒരു ഫീൽ കിട്ടുമായിരുന്നോ? ഇല്ല. കല്ലുകളെ നല്ല സ്ക്വയറായിട്ട് വെട്ടി നോക്കേ. ഇതേപോലത്തെ കല്ലുകൾ വെച്ചിട്ടാണ് ഇവിടെ സകല നിർമ്മിതികളും. പാറക്കല്ലുകൾ. ഇവിടെയൊക്കെ ആയിട്ട് മെട്രോയുടെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബാരിക്കേഡൊക്കെയാണ് ഈ വെച്ചിരിക്കുന്നത്. ഇത് ഇവിടെയായിട്ട് ഈ കാണുന്ന ഒരു ബിൽഡിംഗ് കണ്ടിട്ട് ഒരു താജ് ഹോട്ടലിൻ്റെ ലുക്കുണ്ടല്ലോ. ഈ നമ്മളീ പോകുന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തായിട്ട് തന്നെയാണ് താജ് ഹോട്ടൽ ഉള്ളത്. അതാണ് ഞാൻ അങ്ങനെ സംശയിക്കാനുള്ള കാരണം. ഇതെവിടെയൊക്കെ ആയിട്ട് സ്പോട്ട് ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. രാത്രി ആകുമ്പോഴാ ഈ ലൈറ്റുകൾ ബിൽഡിങ്ങിലേക്ക് അടിക്കും. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോഴത്തന്നെ ഒരു ബ്ലൂ കളർ കിട്ടുന്നുണ്ട്. രാത്രിയാകുമ്പം അടിപൊളിയായിരിക്കും. എല്ലാത്തിലും ബ്ലൂ സ്പോട്ട് ലൈറ്റാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിപ്പോഴും നമ്മൾ നടന്നൊരു സർക്കിളിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഇതേതോ ബ്രാൻഡഡ് ഷോറൂമാണ്, സാറ തുണിയുടെ. ഇതാ കണ്ടില്ലേ ഇവിടെ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നത്. ഈ ഡിസ്പ്ലേ കാണാനൊരു വെറൈറ്റി ഉണ്ട്. ഇത് കൊള്ളാം അല്ലേ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു താജ് ഹോട്ടൽ പോലെ ഉണ്ടെന്ന്. ഓറിയൻ്റൽ ബിൽഡിംഗ് എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഓറിയൻ്റൽ ബിൽഡിങ്സ്.
എന്തായാലും ആ ഒരു ബിൽഡിംഗ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതാ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സർക്കിൾ ഉണ്ടെന്ന്. അവിടെ ആയിട്ട് ആൾക്കാരൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഫാമിലി ആയിട്ടെ, ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട്. ഇത് ഇവിടെയൊക്കെ ആയിട്ട് പാർക്കിൽ വെള്ളം വീഴുന്നത് പോലെ ഒരു സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാലോ. അങ്ങനെ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് പബ്ലിക് ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. ഇതാ കണ്ടില്ലേ. പിന്നെ ഇത് എവിടെയായിട്ട് നോക്കേ, ഇത് കൊള്ളാലോ. ബോംബെ ഹൈക്കോർട്ട്. ഈ കാണുന്നതാണ് ബോംബെ ഹൈക്കോർട്ട്. കൊള്ളാം, നല്ല ബിൽഡിംഗ്. ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത് കാണാൻ. എല്ലാ ബിൽഡിങ്ങുകളും കാണാനൊരു ഭംഗിയുണ്ട്. ഈ ഒരു ഫുട്പാത്ത് കൊള്ളാം അല്ലേ. ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ കൂടെയുള്ള ഫുട്പാത്താണിത്. കൊള്ളാം, നല്ല നീറ്റായിട്ടുണ്ട്. ഫുട്പാത്ത് കം കോറിഡോർ അങ്ങനെയും പറയാം. അങ്ങനെ ഇവിടെ എല്ലാം ബിൽഡിങ്ങിലേക്ക് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇത് താൽക്കാലികമായിട്ട് കൊടുത്തിരിക്കുവാണോ എന്നും എനിക്കറിയാൻ വയ്യ. കാര്യം ഇപ്പം സ്വാതന്ത്ര്യ ദിനമായിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ പരിപാടിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന സെറ്റപ്പാണോ എന്നും അറിയാൻ വയ്യ. അതോ ഇനി ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണോ എന്നും വലിയ പിടുത്തമില്ല. ഇത് നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്കെല്ലാം ഓരോ ചെറിയ ചെറിയ കടകളെല്ലാം ഉണ്ട്. ബിസ്ക്കറ്റും അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കടകൾ. ഇതെവിടെയായിട്ട് നോക്കേ, ഒരു ചെറിയൊരു കാവ് പോലെ സെറ്റ് ചെയ്തിരിക്കുവാണ് ആലിൻ്റെ ചുവട്ടിലെ. ഇവിടെയൊക്കെ ആയിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള സ്പോട്ട് ലൈറ്റുകളുണ്ട്. ഇതാ നോക്കേ, ഈ ഇട്ടിരിക്കുന്നതല്ല. എന്താണെങ്കിലും ആ ഒരു അറേഞ്ച്മെൻറ്റ് നല്ലതായിരിക്കും ലൈറ്റൊക്കെ ഇടുമ്പോഴേ. ഇതെവിടെയായിട്ട് പൊട്ടും ബഹളം എല്ലാം കേൾക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയാൻ വയ്യ, നോക്കാം. അവരാ പാടുന്നത് കേൾക്കാൻ രസമുണ്ട്. എവിടേക്കായിട്ട് ഒരുപാട് കച്ചവടങ്ങളാണ്. ഇതാ കണ്ടില്ലേ, വഴിയോര കച്ചവടങ്ങൾ, മാലകൾ, വളകൾ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. കണ്ടില്ലേ. അങ്ങനെ എന്തായാലും നമുക്ക് ഭയങ്കര തിരക്കാണല്ലോ. ഇതേപ്പോഴും നമ്മൾ നടന്നു വന്ന് ഒരു സർക്കിൾ എത്തിയിരിക്കുവാണ്. അങ്ങനെ ഞാൻ ആ പറഞ്ഞ സർക്കിളിലോട്ട് വന്നിരിക്കുവാണ്. ശ്രീ ബാലാസാഹിബ് താക്കരെ സ്മൃതി സ്ഥൽ അങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. എവിടെയായിട്ട് ഈ കാണുന്നതാണ് നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട് മുംബൈ. ഈ ബിൽഡിംഗ് ഇവിടെയായിട്ട് ആ കാണുന്നതാണ് റീഗൽ തിയേറ്റർ. മുംബൈയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയേറ്ററാണ് റീഗൽ തിയേറ്റർ. നല്ലൊരു ബിൽഡിംഗ്, അത് കാണാനേ ഒരു പഴയ ഒരു ബിൽഡിംഗാണ്. ഷോയുടെ സമയമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോഴങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് തിയേറ്റർ, റീഗൽ തിയേറ്റർ. എന്തായാലും നമുക്ക് ലക്ഷ്യമിട്ട സ്ഥലത്തോട്ട് പോവാം. അങ്ങനെ നമ്മൾ നടന്നു വന്നപ്പോഴത്തെ ഈ കാണുന്നത് ബോവൻ മെമ്മോറിയൽ മെത്തോഡിസ്റ്റ് ചർച്ച്. അതാണ് ഈ കാണുന്ന പള്ളി. ഇത് കൊള്ളാമല്ലേ. അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ നടന്നെത്തുന്നത് താജ് ഹോട്ടലിനടുത്തായിട്ടാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ താജ് ഹോട്ടലും പിന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും എത്തും. സത്യത്തിൽ നടന്നു വരുന്നതാണ് നല്ലത്. ബ്ലോക്ക് നോക്കേ, ബ്ലോക്ക് ഒരു രക്ഷയില്ല. നടന്ന് സിമ്പിളായിട്ട് കാഴ്ചകളെ കണ്ട് നടന്നു പോകുക, അതാണ് നല്ലത്. ഇതെന്തിനാണെന്നറിയാൻ വയ്യല്ലോ ഈ ക്യൂ. ഇനി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ കയറുന്നതിനാണോ ഈ ക്യൂ? ഇത്രയും ക്യൂ നിന്നിട്ട് വേണോ കയറാൻ? അങ്ങനെ നമ്മൾ നടന്നെത്തിയപ്പോഴാ ഇവിടെയുണ്ട് പലതരം പഴയ കെട്ടിടങ്ങൾ. ഓക്കെ, എന്തായാലും ഇങ്ങനത്തെ ബിൽഡിങ്ങുകൾ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇവിടെ ഈ ഇങ്ങനത്തെ വണ്ടി ഉണ്ടല്ലോ, ആ പോയ സാൻഡ്രോ, അങ്ങനത്തെ മിനി ടാക്സികൾ ഭയങ്കര പ്രശ്നമാണ്. പറന്നാണ് പോകുന്നത്. ആൾക്കാർ നടന്നു വരുന്നെന്നുള്ള നോട്ടമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് താജ് ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെയാണ്. മുംബൈയിലെ വളരെ പ്രധാനപ്പെട്ടൊരു ഹോട്ടലാണ് താജ് ഹോട്ടൽ. അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിലൂടെ നോക്കുമ്പോഴും അവിടെയായിട്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാം. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുവാണ്. യെസ്, അങ്ങനെ നമ്മൾ താജ് ഹോട്ടലിൻ്റെ മുന്നിൽ എത്തിയിരിക്കുവാണ്. നോക്കേ, ഇതാണ് താജ് ഹോട്ടൽ. നമ്മൾ സിനിമകളിലെ പാട്ടിലും അങ്ങനെയൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ. ഞാനങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാനെന്തായാലും ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചില്ല. ഇത്രയും ആൾക്കാരുണ്ടായിരിക്കുമെന്നേ. ഇന്നത്തെ ദിവസം അവധിയും കൂടെ അല്ലേ, അതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. താജ് ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നോക്കേ, അവിടെയൊക്കെ ആയിട്ട് കപ്പലൊക്കെ കിടക്കുന്നത് കാണാം. കുറച്ചധികം കപ്പലുകളുണ്ട്. മുംബൈ ഫോർട്ട് ഇതിനടുത്താണ്, ദ്വാര ഭാഗത്തായിട്ടാണ്. ഈ താജ് ഹോട്ടലിൽ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് കാണുന്നതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇത്രയും ചരിത്രം പറയാനുള്ളേ. ചരിത്രം ഏറ്റവും നമ്മൾ കണ്ടിട്ടുള്ളത് സിനിമയിൽ കൂടെ അല്ലേ, സിനിമയിലെ പാട്ടിലൂടെയൊക്കെ അല്ലേ ഇത് കണ്ടിട്ടുള്ളത്. അതൊക്കെ ഒന്ന് നേരി കാണാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. ഇത് 1924 നിർമ്മിച്ചത്. കിങ് ജോർജ് V
പിന്നെ ക്യൂൻ മേരി ഇവരുടെ ഇന്ത്യ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മയ്ക്കായിട്ട് ചെയ്തതാണ് ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇതെവിടെയൊക്കെയായിട്ട് നോക്കിയാൽ കുറച്ചധികം പ്രാവുകൾ. എല്ലാവരും കൂടെ ക്യൂ നിന്ന് ഇതിനകത്തോട്ട് കയറേണ്ട കാര്യം എന്തോ, ഇവിടെ നിന്ന് കണ്ടാൽ പോരെ. ഒരുപാട് നേരം ക്യൂ നിന്ന് അകത്തോട്ട് കയറുവാണ്. ഇവിടെ നിന്ന് നല്ല പോലെ കാണാം. ഞാൻ പറഞ്ഞതേ ഇതേപോലൊരു ഗ്രില്ല് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് കയറണമെങ്കിൽ ഒരുപാട് നേരം ക്യൂ നിൽക്കണം. നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ നിന്നാൽ കാണാം. പിന്നെ ഇതിനകത്തോട്ട് കയറുന്ന എല്ലാവരും അത്രയും ക്യൂ നിന്നിട്ടേ ഏകദേശം ഒരു 1.5 മണിക്കൂർ ക്യൂ നിൽക്കണം. അങ്ങനെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആ ഒരു പരിസരത്ത് നിന്നും ഇത് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് മാറി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് കുറച്ച് കഫേയൊക്കെ ഉണ്ട്. ഇതാ കണ്ടില്ലേ, സ്ട്രീറ്റ് ഫുഡൊക്കെ ആയിട്ട്. ഈ ഒരു ഭാഗത്തായിട്ട് അങ്ങനത്തെ കുറച്ച് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ബജ്ജി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ കൊള്ളാം. വരിയായിട്ടുണ്ട് അതേപോലത്തെ പല പല കടകൾ. ഇവിടെയൊക്കെ ആയിട്ട് ചായക്കട. ഒരു ചായ കുടിക്കാമായിരുന്നല്ലേ, സത്യത്തിൽ ഒരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. വരിയായിട്ട് അതേപോലത്തെ പാനിപൂരി അങ്ങനത്തെ ടൈപ്പ് കടകളൊക്കെയാണ്. ഇതെവിടെയായിട്ട് സമൂസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ വന്നപ്പോൾ ഒരു പഴയ ഒരു കെട്ടിടം, അതൊന്ന് അടുത്ത് പോയി നോക്കാൻ തോന്നി. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതെവിടെ പേ ആൻഡ് പാർക്കാണ്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ് ആ കെട്ടിടം. സിൻസ് 1956 അങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടി പഴക്കം തോന്നുന്നുണ്ട് അത് കാണാനേ. ഇത് എനിക്ക് തോന്നുന്നു അവിടെ തുടങ്ങിയ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ പഴക്കമായിരിക്കും എഴുതിയിരിക്കുന്നത്. ബിൽഡിംഗ് അതിലും പഴയതാണ്, കാണുമ്പോൾ തന്നെ അറിയാം. എന്തായാലും ഓരോരോ വഴികൾ വന്ന് ചേരുന്നതും ഈ താജ് ഹോട്ടലിലാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് താജ് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. അങ്ങനെ എന്തായാലും നമുക്ക് തിരിച്ചിതുവഴി നടക്കാം. എന്തായാലും ഈ ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ പെയിൻറ്റിംഗ് ഒന്നും ചെയ്യാത്ത ആ ഒരു ഫിനിഷിംഗ് ഇല്ലായ്മയാണ് ഫിനിഷിംഗ്. നോക്കേ, നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ടത്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടു വന്നപ്പോൾ ചായക്കടയും കഴിഞ്ഞല്ലോ. എന്തായാലും നോക്കാം, ഇതുവഴി ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇതൊരു റെസ്റ്റോറൻ്റാണ്. അകത്തായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും മെയിൻ റോഡിലേക്ക് വന്ന് കയറിയിരിക്കുവാണ്. അങ്ങനെ എന്തായാലും ഇവിടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോവാം. ഞാനിങ്ങനെ നിന്നപ്പോൾ പഴയ മുംബൈ വൈബ് ബസ് വരുന്നുണ്ട്. നോക്കട്ടെ, ഇതിവിടെ നിർത്തുവാണെങ്കിൽ നമുക്കിത് എങ്ങോട്ട് പോകുന്നതാണോ നോക്കണം. എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോവാം, നോക്കാം. ഈ കാറുകളുടെ ബാക്കിൽ, ടാക്സികളുടെ ബാക്കിലായിട്ട് ആ ബസ് നിർത്തിയിട്ടുണ്ട്. യെസ്, അത് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ബസ്സാണ്. അപ്പോൾ അതിലേക്ക് കയറാം. ഛത്രപതി ശിവജി ടെർമിനൽ. യെസ്, അങ്ങനെ നമ്മൾ ബസ്സിലേക്ക് കയറിയിരിക്കുവാണ്. യെസ്, അങ്ങനെ നമ്മൾ ബസ്സിലേക്ക് കയറി അകത്തിരുന്നിരിക്കുവാണ്. ഇതേപോലത്തെ ഒരു ബസ് ബാക്കിൽ വരുന്നുണ്ട്. ഇതേപോലത്തെ ഡബിൾ ഡെക്കർ ബസ് ഉണ്ടായിരുന്നു, അതായിരുന്നു കാണാൻ ഭംഗി. ഇപ്പോഴത്തെ ഇലക്ട്രിക് ബസ് അത്ര ഭംഗിയില്ല. പക്ഷേ സൗകര്യം ഇപ്പോഴത്തെ ഇലക്ട്രിക് ബസ്സാണ്, ഗവൺമെൻറ്റിനും ആൾക്കാർക്കും എല്ലാം. ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു പഴയ രീതി ഉണ്ടല്ലോ, അതാണ്. അതെവിടെയെങ്കിലും ഒന്ന് ഫോട്ടോ എടുക്കാനെങ്കിലും നിലനിർത്തായിരുന്നു. ഇപ്പോഴും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ നടന്നു വന്ന വഴിയില്ലേ, അതുവഴി കൂടെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിൽ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 5 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഛത്രപതി ശിവജി ടെർമിനലിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോഴേ പാട്ടും ഭജനയും ഉണ്ടായിരുന്നല്ലോ, അത് ഇതേവരെ തീർന്നിട്ടില്ല. ഇപ്പോഴും ആ ഭജന നടക്കുവാണ്. എന്തായാലും ബസ്സിൻ്റെ ഇൻറ്റീരിയർ എല്ലാം കാണാനൊരു പ്രത്യേക രസമുണ്ട്. നോക്കേ, പ്രത്യേക രസമുണ്ടെന്ന് കുറേ നേരം കൊണ്ട് പറയുക അല്ലേ. സത്യത്തിൽ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഒരു പ്രത്യേക ഭംഗിയുണ്ട്, അതാണ് അങ്ങനെ പറഞ്ഞത്. ബസ്സിന് പൊക്കമുണ്ട്, ബസ്സിന് നല്ല പൊക്കമുണ്ട്, പക്ഷേ സീറ്റ് നല്ല താന്നിരിക്കുവാണ്. അതാണ് ഈ ബസ്സിൻ്റെ ഒരു പ്രത്യേകത. ഭയങ്കര ബ്ലോക്കാണ്, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. സിനിമയിലെ പാട്ടുകളെ എന്തുമാത്രം സ്വാധീനിക്കും എന്നുള്ളേ ആ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ വേണ്ടിയിട്ട് അത്രയും ആൾക്കാർ വരാനുള്ള കാരണം ഒരു പക്ഷേ സിനിമയിലെ പാട്ടുകൾ തന്നെയാണ്. ബോംബെ ഹൈക്കോർട്ടാണിത്. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ? അതിൻ്റെ വേറൊരു വശത്തൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബോംബെ ഹൈക്കോർട്ട് അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ അതിൻ്റെ കറക്റ്റ് ശരിയായിട്ടുള്ള രീതിയെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. മുംബൈയിൽ നിന്ന് പേര് മാറ്റിയല്ലോ ഇപ്പോഴും, പക്ഷേ ബോംബെ ഹൈക്കോർട്ട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങി. ഗീതാനഗർ എന്നാണ് ആ ബസ്സിൽ എഴുതിയിരിക്കുന്നത്. 139 ബസ് നമ്പർ. ഇവിടുന്ന് നേരിട്ട് നോക്കുമ്പോഴേ കാണാൻ പറ്റുന്നുണ്ട് നേരെ അവിടെ ആയിട്ട് റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാലേ, എൻ്റെ ബാഗ് ഇരിക്കുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. ഇന്നലെ റൂം എടുത്തെടുത്ത് അവിടെയാണ് എൻ്റെ ബാഗ് വെച്ചിരിക്കുന്നത്. അങ്ങനെ അത് പോയി എടുക്കണം. അവിടെ ക്ലോക്ക് റൂം ഫെസിലിറ്റി ഉണ്ടായിരുന്നു. 50 രൂപയാണ് ഒരു ദിവസം ബാഗ് വെക്കുന്നതിന് ചാർജ്. അങ്ങനെ ഞാനവിടെ ബാഗ് വെച്ചിട്ടാണ് വന്നത്. ഇനിയിപ്പം ബാഗ് പോയി എടുക്കണം. അതിവിടെ നിന്ന് സബർബൻ ട്രെയിനിൽ കയറിയിട്ട് സെൻട്രലിലേക്ക് പോകണം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ബാഗ് എടുത്തിട്ട് തിരിച്ച് വരണം. ഞാനിപ്പോൾ റൂം എടുത്ത ഈ സ്ഥലത്തോട്ട്. ഞാനിവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ടാണ് റൂം എടുത്തത്. അപ്പോൾ എന്തായാലും
ഇങ്ങോട്ട് തിരിച്ചു വരണം. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം പോയി ബാഗ് എടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ബാഗ് വെച്ചിരുന്ന ആ ലോഡ്ജിൽ പോയി ബാഗെല്ലാം എടുത്തിട്ട് വന്നു. പിന്നെ ഞാൻ തിരിച്ച് ഈ ഛത്രപതി ശിവജി ടെർമിനലിനടുത്ത് റൂമെടുത്തടുത്ത് വന്നിട്ട് കുളിച്ച് ഫ്രഷായിട്ട് പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതൊന്നും കാണിച്ചില്ല. കാര്യം അത് കുറച്ച് കറക്കമായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഛത്രപതി ശിവജി ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ദാദാർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് സബർബൻ ട്രെയിനിൽ കയറി പോകണം. എന്നിട്ട് ആ സബർബൻ ട്രെയിനിൽ പോയിട്ട് അവിടെ നിന്ന് മുംബൈ സെൻട്രലിലേക്ക് പോകണം. എന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ ലോഡ്ജിൽ പോയി ബാഗ് എടുത്തിട്ട് തിരിച്ച് ബസ്സിൽ കയറി ഇവിടെ വന്നത്. ബസ് മുംബൈ സെൻട്രൽ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് 66 നമ്പർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ ഛത്രപതി ശിവജി ടെർമിനലിൻ്റെ അടുത്ത് വരാൻ പറ്റും. അങ്ങനെ ആ ബസ്സിൽ കയറിയിട്ട് ഞാൻ ഇവിടെ വന്ന് ഞാനെടുത്ത ഡോർമെട്രി റൂമിൽ വന്നിട്ട് ബാഗെല്ലാം വെച്ച് കുളിച്ച് ഫ്രഷായിട്ട് പുറത്തോട്ട് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചില്ലായിരുന്നോ, മലയാളി റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ഇവിടെ മലയാളി ആയതുകൊണ്ട് വന്നതല്ല, ഇവിടെ അടുത്ത് ഇതായതുകൊണ്ട് വന്നതാണ്. എന്തെങ്കിലും വാങ്ങി കഴിക്കാം, എന്നിട്ട് റൂമിൽ പോയി കിടന്നുറങ്ങാം. ദ പബ്ലിക് റെസ്റ്റോറൻറ്റ്, അങ്ങനെയാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. യെസ്, അങ്ങനെ നമ്മുടെ ചപ്പാത്തി വന്നിട്ടുണ്ട്. ചപ്പാത്തി മുട്ടക്കറി 50 രൂപ. ഫ്ലൈറ്റ് കിടന്ന് കറങ്ങുന്നു.